ഇപ്പോൾ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഞായറാഴ്ചകളിൽ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കല്യാണത്തിനാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ കസിൻസ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഇനി ഡ്രസ്സിനെ പറ്റി ആരും ചർച്ച നടത്തണ്ട. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇട്ടത്. ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് ദം റൈസും കടായിയും ആയിരുന്നു. എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. എനിക്ക് വെറും ചോറ് കഴിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ കുറച്ച് സാമ്പാറും ചോറും ക്യാബേജും കൂട്ടി കഴിച്ചിട്ട് നേരെ ഞങ്ങൾ അമ്മൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ട് പോയതല്ല. കല്യാണം കഴിഞ്ഞ് വെറുതെ നേരെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് നമ്മളിതേ ഓരോ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റീസെൻ്റ് ആയിട്ട് നമുക്കൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഡാൻസ് കളിക്കാൻ ചെറിയ പ്ലാനിങ് ഒക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. നടക്കുമോ എന്നൊന്നും അറിയത്തില്ല. ഷിനാജുവിനെ ഇവിടെ വന്ന് കയറി അല്ലോ പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ ആ സോഫയിലോട്ട് ഒറ്റ കിടത്തായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ അവൾ ഞങ്ങൾക്ക് നല്ല തണുത്ത നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്ന് കുറച്ചു നേരം ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാൻസിൻ്റെ ആ ഒരു കാര്യം മറന്ന്. അപ്പോൾ കല്യാണം ആരുടെയാന്ന് വെച്ചാൽ അമ്മൂൻ്റെയും സുനീറയുടെയും ഒക്കെ ബ്രദറിൻ്റെയാണ്. ഈ മാസം തന്നെയാണ് കല്യാണം. അതൊക്കെ നമുക്ക് വരും വീഡിയോസിലായിട്ട് അതിൻ്റെ ഓരോരോ വിശേഷങ്ങൾ കാണാം. അങ്ങനെ അമ്മൂൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിൽ വന്ന് കുറച്ചധികം നേരം കിടന്നുറങ്ങിപ്പോയിട്ടാ. എന്നിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്ന് മണ്ണാർക്കാട് പോയതാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം എനിക്ക് ഈ ലോഡഡ് ഫ്രൈസ് കഴിക്കാനായിട്ടൊരു കൊതിയായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ച് വെക്കും. അജ്മിയുടെ പുട്ടുപൊടി മതി എന്ന് ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സാധാരണ ഷിനാജിൻ്റെ റോൾ ഈ വണ്ടി ഉന്തിപ്പിടിച്ച് നടക്കുക എന്നതാണ്. സാധനങ്ങൾ ഞാനിങ്ങനെ വേണ്ടത് ഓരോന്ന് പറക്കിയിടും. വലിയ കാര്യത്തിൽ എന്തോ അറിയാവുന്നതുപോലെ അരിയൊക്കെ എടുത്ത് മണത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിരിയാണി അരി ഇല്ല, അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സെക്ഷനിൽ വന്നതാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്.